പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഫിസിക്സ് കെമിസ്ട്രി മേഖലകളിൽ ബിരുദം ഉള്ളവർക്ക് അല്ലെങ്കിൽ ഡിഗ്രി ഉള്ള ആളുകളെ സംബന്ധിച്ചിട്ട് മികച്ച ഒരു നോട്ടിഫിക്കേഷൻ ഉടൻ വരാൻ പോകുന്നു എന്ന് PSC അറിയിച്ചിട്ടുണ്ട്. ഫിംഗർ പ്രിന്റ് സർച്ചർ, കേരള പോലീസിലെ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്കുള്ള നിയമനമാണിത്. നമുക്കറിയാം കേരള പോലീസിലെ ഫോറൻസിക് സയന്റിഫിക് ഓഫീസർ തസ്തികയിലേക്കുള്ള പരീക്ഷകളൊക്കെ ഈ വർഷം അവസാനം നടക്കാനിരിക്കുകയാണ്. ഫോറൻസിക് ലാബിലേക്കാണ് അത് വരുന്നത്. ഈ ഒരു നിയമനം വരുന്നത് ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്കാണ്. അപ്പോൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ഉണ്ടാവുക. അപ്പോൾ ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ പുറത്തുവിടും എന്നുള്ളതാണ് PSCയുടെ യോഗ തീരുമാനം അനുസരിച്ച് പത്രങ്ങളിലൊക്കെ വാർത്തയുണ്ടായിരുന്നു. ഈ മാസം തന്നെ ജൂലൈയിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഈ ഒരു തസ്തികയുടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ, അതുപോലെ തന്നെ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് ഒക്കെ എത്രയായിരുന്നു, സിലബസ് എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. I+ ഈ പരീക്ഷയ്ക്കായിട്ട് ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് നെക്സ്റ്റ് വീക്ക് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. I+ന്റെ കോഴ്സുകളെ കുറിച്ച് അറിയാനും ഏർലി ബേർഡ് ഓഫറോട് കൂടി കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ അണിനിരക്കുന്ന കോഴ്സിൽ എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിലൊക്കെ കോൺടാക്ട് ചെയ്യാം. നെക്സ്റ്റ് വീക്കൊക്കെ നമ്മൾ നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു വിശദാംശങ്ങളിലേക്ക് പോയാൽ കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ അടിസ്ഥാനമാക്കി നമുക്കിപ്പോൾ സംസാരിക്കാം. കഴിഞ്ഞ തവണ 2020 ഈ ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടത്. പരീക്ഷ നടന്നത് 2021 പരീക്ഷ നടന്നത്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2022 ഓഗസ്റ്റ് മാസത്തിലാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അപ്പോൾ നമുക്കറിയാം 2025 ഓഗസ്റ്റ് മാസം വരെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നാൽ പോലും ഈ പരീക്ഷ അടുത്ത വർഷം നടക്കുകയുള്ളൂ, 2025 പരീക്ഷ നടക്കുകയുള്ളൂ. അപ്പോൾ അതിനുശേഷം ആ സമയത്തേക്കായിരിക്കും ഇതിന്റെ ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുകയും പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയും ചെയ്യും. പിന്നീട് ഈ പരീക്ഷയിൽ നിന്നായിരിക്കും ആളുകളെ എടുക്കുന്നത് അടുത്ത 3 വർഷത്തേക്ക്. അപ്പോൾ അതാണ് അതിന്റെ ഒരു സ്ഥിതി. ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് കേരള പോലീസിലേക്കാണ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ. നമ്മുടെ ചില സിനിമകളിലും ഒക്കെ കണ്ടിട്ടുണ്ടല്ലേ, അല്ലാതെ നമ്മൾ പത്രങ്ങളിലൊക്കെ വാർത്തകളിലൊക്കെ സ്ഥിരം വായിക്കാറുണ്ട്. ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ നിന്നുള്ള ആളുകൾ എത്തി, വിരലടയാള വിദഗ്ധരൊക്കെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വായിക്കാറുണ്ടല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളാണ്, അത്തരം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജോബാണ് ഈ ഒരു മേഖലയിൽ നമുക്ക് ചെയ്യേണ്ടി വരിക. ഓക്കെ, ഇനി നെയിം ഓഫ് ദ പോസ്റ്റ് ഫിംഗർ പ്രിന്റ് സർച്ചർ എന്നുള്ളതാണ് പോസ്റ്റിന്റെ പേരെന്ന് പറയുന്നത്. കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് സാലറി സ്കെയിൽ 30,700 മുതൽ 65,400 വരെ ആയിരുന്നു. ഇത് പുതിയ നോട്ടിഫിക്കേഷനിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടാം. ദെൻ ഏജ് ലിമിറ്റ് കഴിഞ്ഞ തവണ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ, 36 വയസ്സായിരുന്നു കഴിഞ്ഞ തവണത്തെ ഏജ് ലിമിറ്റ് ആയിട്ട് വെച്ചിരുന്നത്. ഇത്തവണയും അതിൽ മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല. 36 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇനി ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക. BSc ഡിഗ്രി ഇൻ കെമിസ്ട്രി ഓർ ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ്, ഇത് രണ്ടിൽ ഏതിലെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് BSc ഉണ്ടെങ്കിൽ, ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. PGയുടെ ഒന്നും ആവശ്യമില്ല, ഡിഗ്രി മാത്രം മതി. ഒന്നുകിൽ ഫിസിക്സിൽ അല്ലെ കെമിസ്ട്രിയിൽ. ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഒന്നും കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല. ഇത്തവണ ചിലപ്പോൾ ഉണ്ടായേക്കാം, ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻ അത് ചിലപ്പോൾ പറഞ്ഞേക്കാം. എനിവേ, കെമിസ്ട്രിയിലും ഫിസിക്സിലും നിങ്ങൾക്ക് ബിരുദം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആയിരിക്കണം. കേരളത്തിന് പുറത്ത് പഠിച്ചവരാണെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം. അതിന് പുറമെ രണ്ടാമതൊരു കാര്യവും വളരെ നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ യോഗ്യതയായിട്ട് മസ്റ്റ് ബി സർട്ടിഫൈഡ് ടു പൊസസ് ദ വിഷ്വൽ സ്റ്റാൻഡേർഡ് സ്പെസിഫൈഡ് ബിലോ വിത്തൗട്ട് ഗ്ലാസസ്. അതായത് ഗ്ലാസ് ഉപയോഗിക്കാതെ ഈ വിഷ്വൽ സ്റ്റാൻഡേർഡുകൾ നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ ഫോറൻസിക് സയന്റിഫിക് ഓഫീസറുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആയിരുന്നു. പക്ഷേ ഇവിടെ കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് വിത്തൗട്ട് ഗ്ലാസസ് മാത്രമേ പറ്റുള്ളൂ. ഇത്തവണത്തെ നോട്ടിഫിക്കേഷനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ അനുസരിച്ചുള്ള, അതായത് 2021 വന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതിന്റെ സ്റ്റാൻഡേർഡ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ഐയുടെയും ലെഫ്റ്റ് ഐയുടെയും എത്രയാണ് ഡിസ്റ്റന്റ് വിഷൻ എത്ര വേണം, നിയർ വിഷൻ എത്ര വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കുറച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങളും നോട്ടിഫിക്കേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇത് ഉണ്ട് എന്നുള്ളത് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുകയാണെങ്കിൽ ഒരു അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത ഒരു ഡോക്ടറെ കൊണ്ട് സർട്ടിഫൈ ചെയ്ത് വാങ്ങിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നോർമൽ സ്റ്റാൻഡേർഡ് ഉള്ള, നോർമൽ വിഷൻ ഉള്ള ആളുകളെ സംബന്ധിച്ച് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വലിയ പേടിക്കേണ്ട സംഗതിയൊന്നും ഇതിനകത്തില്ല. ഇനി ഇതിന്റെ അഡ്വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു 2022 ഓഗസ്റ്റിലാണ് ഇതിന്റെ വന്നത്, റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 13 പേർക്ക് ഇതുവരെ ഒരു വർഷത്തിനുള്ളിൽ 13 പേർക്ക് നിയമനം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 55.33 മാർക്കായിരുന്നു. 55 മാർക്കായിരുന്നു. 55 എന്നുള്ള അത്ര ചെറിയ കട്ട് ഓഫ് അല്ല. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു പരീക്ഷയായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇനി ഇതിന്റെ ഒരു സിലബസ് പറയുകയാണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടൊരു സിലബസ് കഴിഞ്ഞ തവണത്തെ എക്സാമിന് PSC പബ്ലിഷ് ചെയ്തിരുന്നില്ല. അതേസമയം ഇങ്ങനെ ഏതൊക്കെ സബ്ജക്റ്റുകളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് കൃത്യമായിട്ട് PSC പറഞ്ഞിരുന്നു. ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യങ്ങൾ വന്നിരുന്നത്. അപ്പോൾ സിലബസ് അനാലിസിസ്
കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ ഈ ചാനലിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും ഒക്കെ ഈ നമ്മുടെ ഇതേ ചാനലിൽ കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 40 മാർക്ക് ഫിസിക്സ് ആണ്. അതും ഡിഗ്രി ബിരുദ നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും. ഡിഗ്രി നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും 40 മാർക്ക്. കെമിസ്ട്രിയിൽ നിന്ന് 40 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും. 10 മാർക്ക് IT ആൻഡ് സൈബർ ലോ ആണ്. 10 മാർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇങ്ങനെയാണ് 100 മാർക്കിന്റെ സിലബസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള സിലബസ്. വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനിയുള്ള വീഡിയോകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നല്ലൊരു അവസരമാണ്, പ്രത്യേകിച്ചും BSc കെമിസ്ട്രി, BSc ഫിസിക്സ് പഠിച്ച ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾ ഇതിന് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. നന്നായിട്ട് പഠിക്കണം. നന്നായിട്ട് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിൽ എത്താനായിട്ടും സാധിക്കും. I+ ഈ പരീക്ഷയ്ക്കായിട്ടുള്ള ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഒരുക്കുന്നുണ്ട്. I+ന്റെ കോഴ്സുകളെ കുറിച്ച് അറിയാൻ താഴെ കാണുന്ന നമ്പറുകളിലൊക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.